ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? അപ്പോൾ രാവിലെ തന്നെ നടക്കാൻ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിക്കണം. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇതിന് ഫോണത്തെ ചാർജ് തീർന്നു പോയി. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എടുക്കുന്നത്. പുള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് പിന്നെ അതൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തിട്ടാണ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് പത്തിരി മുട്ടക്കറിയാണ്. അപ്പം നമുക്കിവിടെ ഒരു വിരുന്നുകാരനുണ്ട് കേട്ടോ, എൻ്റെ ആങ്ങളുടെ മോനാണേ. പത്തിരിയൊക്കെ ഇന്നലെ രാത്രി തന്നെ പരത്തി വെച്ചിക്കണം. അപ്പോൾ ഈ നടക്കാൻ പോകണുണ്ട് ഒരുവിധം പണിയൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് പോവുക. കാരണം നമുക്ക് വന്നാൽ പിന്നെ ചായയും കടിയൊക്കെ പെട്ടെന്ന് വേണ്ടി വിൽക്കൊന്നും ഇവിടെ 7-9 ചായയും കടിയും വേണം. അപ്പോഴത്തിന് ഒന്നും ആയി കിട്ടൂല. അപ്പം രാത്രി തന്നെ പത്തിരിയൊക്കെ പരത്തി വെച്ചിക്കണം. അപ്പോൾ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കുക, അതേപോലെ പത്തിരി ചുട്ടെടുക്കാനും കൂടിയല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമുക്കുള്ള പത്തിരി ഞാൻ പത്തിരി പ്രസമ മാത്രം ഒന്ന് അമർത്തിയെടുക്കുള്ളൂ. അപ്പോൾ പത്തിരി കോയിലുണ്ടല്ലോ അത് വെച്ചങ്ങാണ്ട് പരത്തിയെടുക്കൂല. കൊടുക്കാനാണെങ്കിൽ പുറത്തേക്ക് കൊടുക്കാനാണെങ്കിൽ പത്തിരിക്കോയിൽ കൊണ്ട് പരത്തിയെടുക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ഓർഡർ ഉണ്ട് പത്തിരിക്ക്. അപ്പോൾ ഇപ്പോഴൊന്നും പത്തിരിൻ്റെ ഓർഡർ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ചുട്ട് കഴിയാൻ നേരത്താണ് എനിക്ക് വിളിച്ചങ്ങാണ്ട് പത്തിരിൻ്റെ ഓർഡർ പറഞ്ഞത്. അപ്പോൾ എന്നോട് നാണിപ്പാക്കറിഞ്ഞാൽ ഏതായാലും പരത്തി വെച്ചിട്ടുണ്ടെന്നല്ല എന്നെ ചുട്ട് കൊടുത്തല്ല, ഇനിയിപ്പോൾ വേറെ അതിനായിട്ട് ചുടണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞേ അത് വേണ്ട, ഇത് നമുക്കുള്ള പത്തിരി ഞാൻ കുറച്ച് പ്രസമ അമർത്തിയിട്ടല്ലേ ഉള്ളൂ, കൊടുക്കാനാകുമ്പോൾ പരത്തി എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പത്തിരി തമ്മിലുള്ള മാറ്റം ഞാൻ നോക്കണ്ട കേട്ടോ. അപ്പോൾ വീടിൻ്റെ ലാസ്റ്റ് ഞാൻ മറ്റേ പത്തിരിൻ്റെ വലുപ്പം ഞാൻ കൊടുത്തേക്കണേ. അപ്പോൾ നമുക്കുള്ള പത്തിരി 5 എണ്ണമാണ് കേട്ടോ ഈ പത്തിരി കല്ലുമ്പോൾ കൊള്ളുക. അപ്പോൾ പുറത്തേക്ക് കൊടുക്കാനാണെങ്കിൽ 3 എണ്ണമാണ് കൊള്ളുക. അപ്പോൾ വലുപ്പത്തിൻ്റെ മാറ്റം ഒന്ന് നോക്കണ്ടേ. അങ്ങനെ പത്തിരിയൊക്കെ ഏകദേശം ചൂടൽ കഴിഞ്ഞിരിക്കണം, ഇനിയും കുറച്ച് ചൂടാനുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ചായ കൊടുക്കട്ടെ. അപ്പോൾ ആദ്യം അതൊക്കെ വന്നപ്പോൾ തന്നെ ഉണർന്നുങ്ങാണ്ട് ചായയും കടിയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് കരയിലൊക്കെ തുടങ്ങിക്കണം. കുടിക്കൊന്നുമില്ല, അതിൻ്റെ മുന്നിലൊന്നും ഇരുന്ന് നീച്ചുള്ളൂ, എന്നാലും അവർക്ക് കാണണം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ടല്ലോ കേട്ടോ മുട്ടക്കറിയിൽ. ഉള്ളിയും തക്കാളിയും വാട്ടിയെടുത്തിട്ട് അതൊന്ന് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുത്തേക്കാണ്. അങ്ങനെ ഓൾക്ക് ചായയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് അക്കു വിരുന്നുണ്ടല്ലോ ആങ്ങളുടെ മോന്, അപ്പോൾ ഓനും ചായയും കടയൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കട്ടെ. മീതു മദ്രസ പോയതാണ്, വാവ മദ്രസ ഇട്ട് വന്നും ചെയ്തിക്കണം. അവൻ 7 വരും. നമുക്കിന്ന് വൈകുന്നേരം കുറച്ച് പത്തിരിയും അതേപോലെ ചിക്കൻ കറിക്കും ഓർഡർ ഉണ്ടേ. അപ്പോൾ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പത്തിരി വേഗം പരത്തിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ പിന്നെ നമ്മളെ ചായയുടെ കഴിഞ്ഞ് നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളും അതേപോലെ നമുക്കുള്ള ചോറും കൂട്ടാനൊക്കെ ആയിട്ട് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള വീഡിയോ ഞാൻ എടുക്കുന്നത്. പത്തിരിയൊക്കെ വാട്ടി കുഴക്കണതൊക്കെ ഞാൻ ഒരുവിധം വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ചതിന് മുന്നേ ഞാൻ പത്തിരിയൊക്കെ പരത്തിങ്ങാണ്ട് കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ കണ്ട പത്തിരി തമ്മിലുള്ള മാറ്റം ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി കേട്ടോ. 5 പത്തിരി ഞാൻ ഇടുന്നിടത്ത് ഈ കല്ലുമ്പോൾ 3 പത്തിരി ഇടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അതേപോലെ പുതിയ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇന്നലത്തെ കാറ്ററിങ്ങിൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് എന്നോട് ഒരാൾ ചോദിച്ചേ, നമ്മൾ പാലിൽ മഞ്ഞപ്പൊടി കലക്കിങ്ങാണ്ട് ഒഴിക്കണുണ്ടല്ലോ, അത് പാക്കറ്റ് പാല് പറ്റുമോ, അതപ്പോൾ സാധാ പാലാണോ എന്ത് പാലാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഏത് പാലാണെങ്കിലും പറ്റും കേട്ടോ, നല്ല പാലാവണം കേടുവരാത്ത. ഇനിയിപ്പോൾ പാലൊഴിച്ച് വിചാരിച്ചങ്ങാണ്ട് ചോറ് കേടുവരൊന്നുമില്ല കേട്ടോ. നല്ല സ്മെല്ലും അതേപോലെ നല്ലൊരു കളറും കിട്ടും ചോറിന്. അതിൻ്റെ ഇടയിൽ ചിക്കനൊക്കെ കുക്കറിൽ വേവിച്ചെടുത്തു, 1 വിസിലിന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിക്കണമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് ഇത് കൊഴിച്ചെടുത്തങ്ങാണ്ട് തൂമിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും കേട്ടോ.
ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിക്കണേ. പത്തിരി അതേപോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ചിക്കൻ കറിയൊക്കെ നമുക്ക് ഒരു പാത്രത്തൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പം ചിക്കൻ കറിയും പത്തിരിയൊക്കെ കൊണ്ട് കൊടുക്കണം കേട്ടോ, കസ്റ്റമർ ഇങ്ങോട്ട് വരൂല. അങ്ങനെ അതൊക്കെ മോനിൻ്റെ അടുത്ത് കൊടുത്തയച്ചിട്ടോ. അപ്പോൾ നമുക്ക് നാളേക്കൊക്കെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ഒന്ന് ബാറ്ററൊക്കെ തയ്യാറാക്കിയാണ്ട് അത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ ഇതുമ്മ എന്താ പേര് എഴുതണ്ടെന്ന് ഒരു പറഞ്ഞിട്ടില്ല. അപ്പം ഇനി ഇത് രാവിലെ ഒരു പറയട്ടെ, എന്നിട്ട് വേണം ഇതുമ്മ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് കുറച്ച് വർക്കിൻ്റെ പണിയും കൂടി ഇതുമ്മ ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.